ഒരു വരിയിൽ ദീപക് മുന്നിൽ നിന്ന് 8-മതും സുനിൽ പിന്നിൽ നിന്ന് 7-മതുമാണ്. അവർ വരിയിൽ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ ദീപക് മുന്നിൽ നിന്ന് 15-മതായി. എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? അപ്പോൾ ഇതാണ് നമ്മൾ വരി എന്ന് സങ്കല്പിക്കുക. ഇത് വരിയുടെ പിൻഭാഗം, ഇത് വരിയുടെ മുൻഭാഗം. ദീപക് മുന്നിൽ നിന്ന് 8-മതാണ്. ദീപക് മുന്നിൽ നിന്ന് 8-മത്. ഡി എന്ന് പറഞ്ഞാൽ ദീപകിനെ സൂചിപ്പിക്കുന്നു. ദീപക് 8th ആണ്. സുനിൽ പിന്നിൽ നിന്ന് 7-മത്. സുനിൽ പിന്നിൽ നിന്ന് 7-മത്. എസ് എന്ന് പറയുമ്പോൾ സുനിൽ 7th ആണ്. അപ്പോൾ ഈ ചിത്രം അനുസരിച്ച് പിന്നിൽ നിന്ന് സുനിൽ 7-മതാണ്. പിന്നിൽ നിന്ന് സുനിൽ 7-മതാണെങ്കിൽ ഈ ഭാഗത്ത്, അതായത് സുനിലിൻ്റെ ഇടതുവശത്ത് 6 പേരുണ്ട്. പിന്നിൽ നിന്ന് നോക്കുമ്പോൾ സുനിൽ 7-മതാണ്. അപ്പോൾ സുനിലിൻ്റെ ഈ ഭാഗത്ത്, സുനിലിൻ്റെ പിന്നിൽ 6 പേരുണ്ട്. അതാണ് ഇവിടെ 6 എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇനി ചോദ്യത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അവർ പരസ്പരം വരിയിൽ സ്ഥാനം മാറുകയാണ്. ഈ സുനിൽ ദീപക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. നമ്മളത് മറ്റൊരു ചിത്രത്തിൽ വഴി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് വരിയുടെ പിൻഭാഗം, മുൻഭാഗം. ഈ എസും ഡിയും പരസ്പരം മാറി. സുനിലും ദീപക്കും പരസ്പരം മാറിയപ്പോൾ ദീപക് മുന്നിൽ നിന്ന് 15-മതായി. ഇപ്പോൾ ദീപക് മുന്നിൽ നിന്ന് 15-മതാണ്. ഡി, ദീപക് 15th ആണ്. അപ്പോൾ ഈ മുൻഭാഗം മുതൽക്ക് ദീപക് വരെ, മുൻഭാഗം മുതൽക്ക് ദീപക് വരെ, ദീപക് ഉൾപ്പെടെ 15 പേരുണ്ട്. ഈ ദീപകിൻ്റെ ഈ ഭാഗത്ത് പിന്നിൽ, അതായത് മുമ്പ് സുനിൽ നിന്നതിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ ദീപക്. അപ്പോൾ ഈ ഭാഗത്ത് എത്ര പേരാണ്? 6 പേര്. അപ്പോൾ ഈ ഭാഗത്ത് 6 പേരുണ്ട്. ഇവിടെ നിന്നിങ്ങോട്ട് 15 പേരുണ്ട്. ആ 15ഉം ഈ 6ഉം കൂട്ടിയ വരിയിൽ ആകെ 15 6 21 ആളുകൾ.